പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുപ്രധാനമായ ചര്യയാണ് മഴയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുമ്പോൾ, വെള്ളമില്ലാതെ വരൾച്ച ബാധിക്കുമ്പോൾ മഴ ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിക്കുക എന്നത്. ഇസ്തിസ്ഖാ എന്നാൽ ഭാഷാർത്ഥത്തിൽ ത്വലബുസ് സുഖിയ, മഴയെ തേടുക എന്നും, നിയമാർത്ഥത്തിൽ ത്വലബുസ് സുഖിയ മിനല്ലാഹി തആല ഇൻദൽ ഹാജതി ഇലൈഹ, മഴയിലേക്ക് ആവശ്യമാകുമ്പോൾ അല്ലാഹു തആലയോട് മഴയെ ആവശ്യപ്പെടുക എന്നുമാണ്. ഇസ്തിസ്ഖാ നമസ്കാരത്തിന്റെ അടിസ്ഥാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും പ്രവർത്തനവും ഇജ്മാഉമാണ്. ഇസ്തിസ്ഖാ നമസ്കാരത്തിന്റെ വിധി പുരുഷനും സ്ത്രീക്കും, പ്രായപൂർത്തിയെത്തിയവർക്കും, കുട്ടികൾക്കും, സ്വതന്ത്രർക്കും, അടിമകൾക്കും, യാത്രക്കാർക്കും, നാട്ടിൽ താമസിക്കുന്നവർക്കുമെല്ലാം സുന്നത്തുൻ മുഅക്കദയാണ്, ശക്തിമത്തായ സുന്നത്താണ് ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിക്കുക എന്നത്. ഇസ്ലാമിക ഭരണാധികാരിയുടെയോ ഇമാമിന്റെയോ കൽപ്പന കൊണ്ട് ഇസ്തിസ്ഖാ നമസ്കാരം വാജിബായി തീരുന്ന സന്ദർഭവുമുണ്ട്. പ്രധാനമായും ഇസ്തിസ്ഖാ, മഴയെ തേടുക എന്നത് 3 വിധത്തിലാണ്. ഒന്ന്, ഏറ്റവും ചുരുങ്ങിയ രൂപം മുജറദു ദുആ, മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന മാത്രം നിർവഹിക്കുക. മഴയില്ലാതിരിക്കുമ്പോൾ മഴ കിട്ടാൻ പ്രത്യേക പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ നാഫിഅൻ ഗൈറ ളാജിൻ ആജിലൻ ഗൈറ ആജിൽ. ഇത്തരത്തിലുള്ള ഹദീസിൽ വന്ന ദുആകളും അല്ലാത്ത മറ്റു ദുആകളും ഉപയോഗിച്ച് മഴയെ തേടുക. രണ്ടാമത്തേത് മധ്യമായ രൂപമാണ്. നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും ഒറ്റയ്ക്കും കൂട്ടായും ജുമുഅ ഖുതുബകളിലും മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഖുതുബകളിൽ, ജുമുഅ ഖുതുബകളിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും മഴ കിട്ടുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന അത്തരം പ്രാർത്ഥനയും അതിന്റെ പ്രതിഫലനവും. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമൽ ജുമുഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅ ദിവസം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാമ അന്നാസു ഫസാഹു, പെട്ടെന്ന് ജനങ്ങൾ എഴുന്നേറ്റു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖഹതൽ മതറു വഹ്മറത്തിശ് ശജറു വഹലകത്തിൽ ബഹായിമു ഫദ്ഉല്ലാഹ യസ്ഖീനാ. ഏ അല്ലാഹുവിന്റെ ദൂതരെ, മഴയ്ക്ക് ക്ഷാമം സംഭവിച്ചിരിക്കുകയാണ്. വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞ് വരണ്ടു ഉണങ്ങി നശിച്ചിരിക്കുകയാണ്. മൃഗങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ചത്തുപോയിരിക്കുന്നു. ഫദ്ഉല്ലാഹ യസ്ഖീനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകാൻ അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്യുക. പ്രവാചകർ 2 പ്രാവശ്യം ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ. സ്വഹാബാക്കൾ പറയുന്നു, മാ നറാ ഫിസ് സമാഇ ഖസഅതൻ മിൻ സഹാബ്, പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതുവരെ ആകാശത്തിൽ മേഘത്തിന്റെ ഒരു കണ്ടം പോലും ഞങ്ങൾ കണ്ടിരുന്നില്ല. പ്രവാചകർ പ്രാർത്ഥിച്ചതോടെ മേഘം ഉരുണ്ടുകൂടി, മഴ പെയ്തു. പ്രവാചകർ മിമ്പറിൽ നിന്നും ഇറങ്ങി ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. സ്വഹാബാക്കളെല്ലാം പിരിഞ്ഞുപോയി. ലം തസൽ തുംതിറു ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അടുത്ത ജുമുഅ വരെ ആ മഴ നീണ്ടു നിന്നു, മഴ പെയ്തുകൊണ്ടേയിരുന്നു. അടുത്ത ജുമുഅ ദിവസം പ്രവാചകർ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, തഹദ്ദമത്തിൽ ബുയൂത് വൻഖതഅത്തിസ് സുബുൽ ഫദ്ഉല്ലാഹ യഹ്ബിസ്ഹാ അന്നാ. ഏ അല്ലാഹുവിന്റെ പ്രവാചകരെ, മഴ കാരണത്താൽ വീടുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു, വഴികളെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഫദ്ഉല്ലാഹ യഹ്ബിസ്ഹാ അന്നാ, ഞങ്ങളെ തൊട്ടും മഴയെ തടഞ്ഞു നിർത്താൻ അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രവാചകർ പുഞ്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ
اللهم على الآكام والجبال والآجام والضراب والأودية ومنابت الشجر അല്ലാഹുവേ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും പരിസര പ്രദേശങ്ങളിലേക്ക് മഴയെ നീ നീക്കണമേ. സ്വഹാബത്ത് പറയുകയാണ്, മഴ നിന്നു. മദീനയിൽ പിന്നെ ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടില്ല. മറ്റു പ്രദേശത്തേക്ക് മഴ നീങ്ങി. ഞങ്ങൾ സൂര്യപ്രകാശത്തിലൂടെ നടന്നു. ഇങ്ങനെ മഴയ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുക. മൂന്നാമത്തേത് ഇസ്തിസ്ഖാഇന്റെ പൂർണ്ണമായ രൂപമാണ്. അൽ ഇസ്തിസ്ഖാഉ ബിഖുത്ബതൈനി വറകഅതൈനി. 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും 2 ഖുത്ബ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേകമായി മഴയ്ക്ക് വേണ്ടി ദുആ നിർവഹിക്കുക, മഴയെ തേടുക. പെരുന്നാൾ നമസ്കാരത്തിന്റേതുപോലെ 2 റക്അത്ത് നമസ്കരിക്കുകയും 2 ഖുത്ബ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് മഴയെ തേടുക എന്നതാണ് ഇസ്തിസ്ഖാഇന്റെ പൂർണ്ണമായ രൂപം. ഇനി ഇസ്തിസ്ഖാ നമസ്കാരത്തിന്റെ സാഹചര്യം എപ്പോഴാണ് ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിക്കേണ്ടത്? മഴയ്ക്കു വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടത് വെള്ളം ഇല്ലാത്തതിനാലോ അല്ലെങ്കിൽ ഉള്ള വെള്ളം തന്നെ ഉപ്പുവെള്ളമായി പോയതിനാലോ മതിയാകാത്ത വിധം വെള്ളം കുറഞ്ഞു പോയതിനാലോ കൂടുതൽ വെള്ളം കിട്ടുന്നതിനു വേണ്ടിയോ ഇസ്തിസ്ഖാ ചെയ്യൽ സുന്നത്താണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആവശ്യക്കാർ കുറവാണെങ്കിൽ പോലും ഇസ്തിസ്ഖാ ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. സ്വന്തമായി വെള്ളം ആവശ്യമില്ലെങ്കിലും ആവശ്യക്കാരായ മുസ്ലിമീങ്ങളായ ഫാസിഖീങ്ങളും മുബ്തദിഉകളും അല്ലാത്തവർക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ച് ഖുത്ബ നിർവഹിച്ച് മഴയെ തേടുക എന്നത് സുന്നത്താണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മുസ്ലിമായ സഹോദരന് ഒരു നന്മ ലഭിക്കാൻ വേണ്ടി ദുആ ഇരുന്നാൽ അവനിൽ ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് പറയുമത്രേ, ആമീൻ, ഈ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ. വലക ബിമിഥിലിൻ, നിനക്കും ഇതുപോലെ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, തിന്മയെ തൊട്ട് സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന